ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിനകത്തേക്ക് സവോളയാണ്, ഒരു ചെറിയ സവോളയുടെ അരമുറി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിലും മതി, ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, നല്ലൊരു വലിയ മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കളർ ചേഞ്ച് ആവേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം ടൈപ്പുള്ള നല്ല പഴുത്ത തക്കാളിയാണ്, 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടു കേട്ടോ. ഒരുപാട് വലിയ പീസാവരുത്, തീരെ ചെറിയ പീസും ആവരുത്. തീരെ ചെറിയ പീസായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക, അപ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട, നന്നായിട്ട് ഉടയാൻ വേണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മുരിങ്ങക്കായ ഞാൻ ചേർത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 1.5 ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 to 2 ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലുതാണെങ്കിൽ 2 ചേർക്കണ്ട, ഒരു 1.5 ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നടുക്കുന്ന ഇങ്ങനെ നീളത്തിൽ ഒന്നുകൂടെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പീസാക്കി ഇടുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മുരിങ്ങക്കായും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർക്കാം. മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, കൂട്ടിക്കഴിഞ്ഞാൽ കളർ ഒരുപാടങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആ പൊടികളിലെ ഒരു പച്ചക്കുത്ത് റോ ടേസ്റ്റ് ഒന്നും മാറി വരണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഒന്നും ഒരുപാട് അങ്ങ് ഉടയുന്ന പരുവാവരുത്. മുരിങ്ങക്കായൊക്കെ വേവണം എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാകുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് എൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു 1.5 പിടി തികച്ചെടുക്കണ്ട, ഒരു 1.25 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ പീസാക്കി കട്ട് ചെയ്തൊന്ന് പൾസ് മോഡിൽ കറകിയെടുത്താണ്. നിങ്ങളിപ്പോൾ ചിരകിയ തേങ്ങയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് 2-3 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതാണെങ്കിൽ 2-3 ചേർക്കാം, വലുതൊക്കെ ആണെങ്കിൽ 1 മതിയാവും. 1-2 ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു പൊട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും, എന്നാലും ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. മഷി പോലെ അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ബാക്കി വെന്ത് വന്നിട്ടുണ്ടാവും. ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചാലാണ് ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. തക്കാളിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത്, കാരണം പുളിരസം ഒരുപാട് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം. അപ്പം നമ്മൾ തേങ്ങ അരച്ചതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടരുത് കേട്ടോ. അപ്പം എന്താ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ലൂസാക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം പോലെ ആവാനും പാടില്ല, ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കാനും പറ്റില്ല. ആ ഒരു രീതിയിൽ വേണം കറി എടുക്കാൻ, എന്നാലാണ് കറിക്ക് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൺസിസ്റ്റൻസി നോക്കുക, അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലർ ഈ ഒരു സമയത്ത് തൈര് ചേർത്ത് കൊടുക്കും. തൈര് ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. ഞാനിപ്പോൾ തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക, എരിവൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ തേങ്ങയുടെ അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ചൂടാക്കാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് മതിയാവും കേട്ടോ. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു അളവിലാണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നത്. ഒത്തിരി ലൂസാക്കില്ല. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കടുക് ഇടുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്താ, ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചെറിയ ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട, കരിഞ്ഞു പോകും, ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉലുവ ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ എണ്ണയിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഈ വറുത്തിട്ടതിന് ശേഷം ഒരു നുള്ളു ഉലുവ പൊടി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഉലുവയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കടുകിട്ട് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. 1-2 വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഈ ഒരു താളിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ ഇളക്കണം എന്നില്ല, കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങും. അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കിയതിന് ശേഷം താളിച്ചൊഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഈ തക്കാളിക്ക് പകരം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. മാങ്ങയും മുരിങ്ങയ്ക്കയും ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ എടുക്കുക. ഓവർ പുളിയുള്ള മാങ്ങ അല്ല, എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടാവണം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് മാങ്ങയുടെ അളവെടുക്കാം. അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഈ മുരിങ്ങയ്ക്ക എല്ലാം കൂടി ചേർത്തിട്ട് സെയിം പ്രൊസീജിയേഴ്സ് തന്നെ തക്കാളിക്ക് പകരം മാങ്ങ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.